നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു ഭീകരാക്രമണം നടന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഡൽഹിയിൽ ഭീകരാക്രമണം, അതും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ. അതെ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പുരുഷന്മാരാണ് അതിൻ്റെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ. ഇതിപ്പോൾ ഒരു സ്ത്രീയും അതിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്, അതും ഒരു ഡോക്ടർ. ഡോക്ടർമാർ, ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഡോക്ടർമാർ ജീവൻ എടുക്കാൻ തയ്യാറാകുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം? ശരിയാണ്. സാധാരണ ആളുകൾ നോക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഇതിൻ്റെ അകത്ത് ശക്തമായ ബന്ധം ഉണ്ടെന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകൾ കുറ്റവാളികളാകാറുണ്ട്, കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഇത് രാജ്യത്തെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന, ഒരുപാട് ഭീതിയുടെ നിലയിലേക്ക് എത്തിക്കുന്ന ഇത്രയും വലിയ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അതിലൊരു ഡോക്ടർ കൂടിയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്. അവരുടെ പേരെന്തോ ഷഹീന സയ്യിദ് എന്നോ മറ്റെയാണോ അവരുടെ പേര്? അതെ, ഷഹീൻ സയ്യിദ് എന്നോ അവരുടെ പേര്. അവർ മെഡിക്കൽ പ്രാക്ടീഷണറാണ്, നിരവധി രോഗികളുള്ള ഡോക്ടറാണ്, അവർക്ക് സമൂഹത്തിൽ വലിയ മാന്യമായ സ്ഥാനമുള്ള ഡോക്ടറാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം ഇന്നലെ വരെയും അവരുടെ അടുത്ത് ചികിത്സിക്കാൻ വരുന്ന രോഗികളോട് ഇവർ ഏത് തരത്തിലായിരുന്നു പെരുമാറിയിരുന്നത്? ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? ഈ ഇവരെങ്ങനെ വരുന്നു? ഏത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇത്തരം ആൾക്കാർ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്? അവർക്ക് ഈ രാജ്യത്തിനോട് ഇത്ര വെറുപ്പ് തോന്നാനുള്ള കാരണം ആരോടാണ് ഇവർ എതിർക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് എതിർക്കുന്നത്? ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവാം. ഇവരെന്തിനാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഒരു മതത്തിൻ്റെ ആയാലും ഏത് മതത്തിൻ്റെ ആയാലും ഓരോ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ, വിശ്വാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ ഒരു ബോധ്യത്തിലാണോ ഇവർ ചെയ്തത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഈ മത അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറും വിശ്വാസം മാത്രമാണ്. അപ്പോൾ പുരുഷന്മാർ സാധാരണഗതിയിൽ പൊട്ടിത്തെറിക്കുക അല്ലെ ഭീകരാക്രമണത്തിന് പോകുമ്പോൾ അവർ പരലോകത്തെ 72 ഹൂറിമാരെ കിനാവ് കണ്ടിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ കിനാവ് കാണാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾ ഈ പൊട്ടിത്തെറിച്ചോ അല്ലെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ 72 ഭർത്താവിൻ്റെ 72 ഹൂറിമാരുടെ റാണിയായിട്ടിരിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അവർക്ക് മറ്റ് ഹൂറന്മാരൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീകൾ പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്നത്, ഘടകമാകുന്നത്? കാരണം ഇതിൻ്റെ അകത്ത് തന്നെ അവരുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, മുജിമിൽ, ആദിൻ, ഒമർ. ഇതിനകത്ത് 2 പേര് ഡോക്ടർമാരാണ്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തവരാണ്, പഠിച്ചവരാണ്, ഇതിനൊക്കെ മുമ്പോട്ട് പോകേണ്ടവരാണ്. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരോട് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് മുജിമിൽ എന്നുള്ള ആളുമായിട്ട് ഇവർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടിയുണ്ട്. പലതരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല വ്യക്തിപരമായിട്ടാകുമ്പോൾ. അയാൾക്കാണ് ഇവർ 35 തൊട്ട് 40 ലക്ഷം വരെ കളക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുമായിട്ടുള്ള ബന്ധപ്പെടൽ അത് എൻക്രിപ്റ്റ്, അതായത് രഹസ്യ കോഡ് വഴിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ കോഡ് പഠിക്കാൻ തന്നെ അവർ മാസങ്ങളെടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇത്തരം ആൾക്കാരുമായിട്ട് വൃത്തിയായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഓരോ ആക്രമണം നടക്കുമ്പോഴും ഈ സ്ത്രീക്ക് അറിഞ്ഞിരിക്കണം. അവരതിനുള്ള ഇപ്പം വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല സ്ഥലത്ത് പോകുമ്പോഴേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായൊരു ഐഡിയ ഉണ്ടായിരുന്നിരിക്കണം. അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഭീകര ആക്രമണത്തിൽ അൽ ഫലാഹ് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ടാണ് പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം നമ്മൾ ഗാസയിൽ ഇവർ ഹമാസ് ആകുന്നു, ലെബനനിൽ ഹിസ്ബുള്ള ആകുന്നു, അതെ, അഫ്ഗാനിസ്ഥാനിൽ വരുമ്പോൾ താലിബാൻ ആകുന്നു. അങ്ങനെ പേരുകൾ മാറുന്നു, പക്ഷേ ഐഡിയോളജി എല്ലാം ഒന്നാണ്. അപ്പോൾ ഈ ഐഡിയോളജി അല്ലേ ഐഡിയോളജിയുടെ പ്രശ്നമല്ലേ ഇതെല്ലാത്തിന് കാരണം? അടിസ്ഥാനപരമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. അവർ കാണുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിച്ച് പോരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പല പേരുകളിൽ പല രാജ്യത്ത് പല ആളുകളുണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഐഡിയോളജി സ്ഥാപിക്കാൻ വേണ്ടി ഒറ്റ സംഘടന പോലെ അവിടെ ഇല്ല. ഇതിൻ്റെ പല നേതാക്കന്മാരും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സുഖിക്കാനും ആനന്ദിക്കാനും അർമാദിക്കാനും കിട്ടുന്നൊരു അവസരമാണ് ഈ പല സംഘടനകൾ. പക്ഷേ ഇവർക്കെല്ലാം ഫണ്ട് കിട്ടുന്നു. ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇതുപോലത്തെ ഒരു അരാജകത്വം സൃഷ്ടിക്കാനും ഇത്തരം കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഏതൊക്കെ ഇപ്പോൾ വിദേശ രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന സ്വീകരണം കൂടി ഉണ്ട്, അതിനകത്ത് അല്ലെങ്കിൽ സ്വീകാര്യത കൂടി ഉണ്ട് അവർക്ക്. അതുപോലെ സാമ്പത്തികമായിട്ട് അവർ സഹായം കിട്ടുന്നുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അപ്പുറം അവർക്ക് ആരോടും ഒരു രാജ്യത്തോടും പ്രത്യേകിച്ച് ഏത് ഭീകരാക്രമണം നടന്ന് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അമേരിക്കയാണ്, ജൂതനാണ്, സംഖ്യയാണെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ സാറ് അത് തന്നെ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത്
ഇത് ഇവർക്ക് മതത്തിനോടുള്ള താല്പര്യത്തിനപ്പുറം വ്യക്തിപരമായിട്ട് താല്പര്യം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ മതപരമായിട്ട് ഞാൻ പറഞ്ഞത് സാധാരണക്കാരന് മതത്തിൻ്റെ പേരിൽ മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അവരെ മതത്തിൻ്റെ തീവ്രതയിലേക്ക് കൊണ്ടുവന്നിട്ട് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ 75 ഹൂറിമാരല്ല 73 ഹൂറിമാരെന്നുള്ള സങ്കല്പം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. 72 ഹൂറിമാരെന്നുള്ള സംഭവം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു പ്രതീക്ഷയാണത്. അത് അപ്പൊ പ്രതീക്ഷയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ 1-2 കൂടുതൽ പറ്റില്ല. സ്ത്രീകൾക്ക് പ്രതീക്ഷിക്കാൻ പോലും അവർക്ക് പ്രതീക്ഷിക്കാൻ അവകാശമില്ല. ഇപ്പൊ അവിടെ ചെന്നാൽ പോലും അവരുടെ പിന്നിൽ പോവുകയാണ്. അതെ, എന്തുകൊണ്ടാണെന്ന് പറയാം, അതിന് ചോദ്യത്തിന് അർത്ഥം കൊടുക്കാൻ പറ്റില്ല. ഈ മതം കേവലം മതം പഠിച്ചവരാണ് ഇത്തരത്തിൽ പോകുന്നതെങ്കിൽ നമുക്ക് അവരെ മതം മാത്രം പഠിച്ചു. പക്ഷെ ഇവര് സയൻസ് പഠിച്ചവരാണ്, ഡോക്ടർമാരാണ്. ഇവര് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ദേശവ്യാപകമായിട്ട് ഒരു റാഡിക്കലൈസേഷൻ മൂവ്മെന്റ് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഏത് രാജ്യത്തിനും അത് തിരിച്ചുവരവ്, ഇതുപോലെ മതം തലയ്ക്ക് പിടിച്ചവരിൽ നിന്ന് തിരിച്ചുവരവ് അനിവാര്യമാണ്. അപ്പം അതിനുള്ള ശ്രമങ്ങൾ എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളില്ല. അത് ഏതെങ്കിലും ഒരു ഏജൻസികൾ, ഇതിപ്പോൾ പ്രൈവറ്റ് അവിടെ ഇവിടെ ആയിട്ട് പല ശബ്ദങ്ങൾ, ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ അടിച്ചിരുത്താനും തോൽപ്പിക്കാനും ഇവരെ പോലുള്ള സംഘടിത സംവിധാനങ്ങൾ സാധിക്കുന്നുണ്ട് അല്ലേ? ഇത് അവർ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് പിന്തുണ കൊടുക്കാനും മറ്റുള്ളവർ തയ്യാറാകാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അതിലേറെ പൈസ നമ്മൾ കാശ്മീരിലെ ഭീകരന്മാരെ നേരിടുന്നതിന് സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഈ 6 ലക്ഷം കോടി രൂപയില് ഒരു നിശ്ചിത വിഹിതം ഈ ഇതുപോലെ റാഡിക്കലൈസേഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ അതിനുവേണ്ടി വിനിയോഗിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരം തീവ്രവാദത്തിൽ നിന്ന് ആൾക്കാരെ. ഒരുപാട് ആളുകൾ ഇവിടെ അതിൽ ജബ്ബാർ മാഷിന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഡോക്ടർ NM മുഹമ്മദ് അലി, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മുക്കാസയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 30 വർഷം പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന മനുഷ്യൻ, അതുപോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഈ തീവ്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോകും. അപ്പോൾ അതേപോലെ നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിലും നിരവധി ആളുകൾ ഇത്തരം റാഡിക്കലൈസേഷൻ ഇതുമായിട്ട്, പക്ഷെ അവർക്ക് വേണ്ട പിന്തുണ കിട്ടാത്തതുകൊണ്ട് പലരും നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്തുണ കൊടുക്കാൻ ഒരു സർക്കാരിന് സാധിക്കാതെ വരുന്നത് ഒരു സൈഡിലുള്ള സംഘടിത സംവിധാനത്തിന്റെ ഭാഗം കൊണ്ടാണ്. കാരണം ഇത് അതായത് തീവ്രവാദ മനോഭാവമുള്ളവർ, മൃദു മനോഭാവമുള്ളവരെ ഭരിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അത്തരം വോട്ടുകൾ അവർ സമാഹരിക്കപ്പെടുകയും ഒരൊറ്റ വഴിയിലേക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു. രാജ്യത്തിൻ്റെ നന്മ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രക്ഷ എന്നതിലപ്പുറം വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകളെ കൂട്ടത്തിൽ നിർത്തിയിട്ട് ഈ അക്രമകാരികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വൃത്തികെട്ട ചിന്തകളിൽ നിന്ന് മനുഷ്യനെ നേരായ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് സഹായം കൊടുക്കാൻ പറ്റാതെ വരുന്നത്. അതാണ് എൻ്റെ വിഷയം. അപ്പം ഇതിൻ്റെ അകത്തൊരു മാറ്റം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നേരത്തെ പുരുഷന്മാരായിരുന്നു ഈ ഇതുപോലത്തെ വലിയ ക്രിമിനൽ സ്വഭാവം കാണിക്കുകയും രാജ്യത്തെ തകർക്കാനുള്ള വിധ്വംസക പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് സ്ത്രീകൾ കൂടി ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഭീകരാക്രമണം കഴിഞ്ഞു, ഇനി അടുത്ത ഭീകരാക്രമണം വരുമ്പോഴേ നമ്മൾ വീണ്ടും ഇത് ചർച്ചയാക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് നാൾ ചർച്ചയാക്കും. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ആയിട്ട് അങ്ങയുടെ മുന്നിൽ എനിക്ക് തോന്നുന്ന ഈ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം ആണ്. അത് നല്ലൊരു പരിപാടി. അത് മാത്രമല്ല, ഇത് മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ഇവരുടെ തന്നെ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ ഇതിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഈ അക്രമം പോലുള്ള ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, രാജ്യത്തെ നശിപ്പിക്കൽ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കൊരു യഥാർത്ഥ ദിശാബോധം ഉണ്ടാക്കി രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കാൻ ഈ രണ്ടു കൂട്ടരും കൂടി, സർക്കാരും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെയും കൂട്ടി നിർത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളെങ്കിലും രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മറ്റുള്ള ഇതര മതവിശ്വാസികളെ കൂടെ ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇപ്പം നടന്ന ഈ ഭീകരാക്രമണം ഇന്ത്യയിലെ അവസാനത്തെ ആകട്ടെ, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകാൻ അവസരം ഉണ്ടാകും. എല്ലാ രാഷ്ട്രസ്നേഹികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നന്ദി.